പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാൻ, വൈസ് ചെയർമാൻ ആൻഡ് കൗൺസിലർ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ആരംഭിച്ചൊരു യാത്രയാണ് ഇപ്പോൾ ഈ കൊച്ചിയിലെ മരടിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയും കനത്ത ചൂടിൽ സൂര്യൻ കത്തിയാളി ഇറങ്ങുന്ന ഒരു നേരത്ത് എന്തിനാണ് ഇങ്ങനെയൊരു യാത്ര വാർത്താമുറിയിലിരുന്ന് വാർത്ത വായിക്കേണ്ട ഒരാൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നോർമലി നമ്മൾ ശീതീകരിച്ച AC മുറിയിലിരുന്ന് വാർത്തകൾ, ചൂടുള്ള വാർത്തകളൊക്കെ വായിച്ച് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ഞങ്ങളുടെ ദൗത്യം. എന്നാൽ സമീപകാലത്തായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളെപ്പോലെ ഞങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നു, അമ്പരപ്പിക്കുന്നു. ഇത്രയും ജില്ലകൾ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഏറ്റവും അവസാനം എറണാകുളത്ത് എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അറിഞ്ഞതിനേക്കാളും എത്രയോ ഇരട്ടി രൂക്ഷമാണ് നമ്മൾ ഈ നേരിടുന്ന പ്രശ്നം. ഞങ്ങളിപ്പോൾ ലേക്ക് ഷോർ ആശുപത്രിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരികയായിരുന്നു. അവിടുത്തെ സൈക്കാട്രിസ്റ്റ് അവിടെ ചികിത്സയിലുള്ള ഈ MDMA രോഗികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പുകവലിച്ചെന്നോ അതല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾ ഉച്ചസമയത്ത് പോയി കള്ളു കുടിച്ചെന്നോ ഒക്കെ ആയിരുന്നു നമ്മൾ ഇതുവരെ കേട്ടിരുന്ന പരാതികൾ. എന്നാൽ ഇന്ന് കേരളത്തിൽ കേൾക്കുന്നത്, അയാൾ പോയി MDMA എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്നു, അതും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. നിങ്ങൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, 1-2 തവണ MDMA ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് പ്രശ്നം? അത് മൊത്തം പ്രശ്നമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മളോട് പറയുന്ന പല സിഗ്നലുകളും, നമ്മുടെ മനസ്സിലൂടെ വരുന്ന പല സിഗ്നലുകളും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതായിരിക്കും. എല്ലാവരും ശത്രുക്കളാണെന്നും ഞാൻ മറ്റൊരു അവതാരമാണെന്നും ഒക്കെ ആളുകൾ ചിന്തിക്കും. ഈ MDMA കഴിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥ ബുദ്ധി നേരെ നിൽക്കത്തില്ല, ബോധം ഉണ്ടാകില്ല, ബോധം ഏകദേശം മറിഞ്ഞിരിക്കും. കള്ളു കുടിക്കുന്നൊരു ഇഫക്റ്റ് അല്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് ഇറങ്ങിപ്പോകത്തൊന്നുമില്ല. MDMA ഒരു 5, 6, 8 തവണ ഉപയോഗിക്കുന്ന ഒരാൾ വളരെ അതിന് അഡിക്റ്റായി മാറുകയും അയാളിൽ അക്രമവാസന വർദ്ധിക്കുകയും ചെയ്യും. വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അമ്മയാണോ എന്നൊന്നും അയാൾ നോക്കില്ല. പെറ്റമ്മയായാലും അവരുടെ പള്ളയിൽ കത്തി കയറ്റാൻ അയാൾ തയ്യാറാകും. നിങ്ങൾക്കറിയാം, കേരളത്തിലിപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നോക്കിയാൽ MDMAയിൽ താല്പര്യമില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഒരാളെങ്കിലും ആ പഞ്ചായത്തിൽ ഉണ്ടാകും. ആ രീതിയിൽ ഇത് വ്യാപകമായി മാറിയിരിക്കുന്നു. സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ ഇതിൻ്റെ കച്ചവടത്തിനായി എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ഞങ്ങൾ നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കാട്ടാക്കടയിലും കണ്ട അതേ രീതിയിലുള്ള ഈ വിൽപ്പന രീതികൾ കോട്ടയത്തും പത്തനംതിട്ടയിലും ഞങ്ങൾ കാണുന്നു. സ്കൂളിലൊക്കെ ചെറിയ കുട്ടികൾ, ഇവരെ പ്രായമുള്ള കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ ചെറിയ മിഠായി വേണമെന്ന് ചോദിച്ച് അടുത്തുകൂടി ചില ആളുകൾ ആ മിഠായിക്കകത്ത് ലഹരി മിക്സ് ചെയ്ത് കുട്ടികൾ കൊടുക്കുന്നു. നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊന്നും അറിയുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മിഠായിക്ക് കുട്ടികൾ അടിമകളാകുന്നു. അവരവസാനം ഇത് അന്വേഷിച്ചു പോകുന്നു. കുറേ കഴിയുമ്പോൾ ലഹരിയുടെ ഡോസ് കൂടുന്നു. അവസാനം അവൻ MDMA പോലുള്ള മാരകമായ രാസലഹരിയിലേക്ക് എത്തുന്നു. നമ്മൾക്ക് ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ അയക്കുന്ന കുട്ടികൾ ഇതിനൊക്കെ അഡിക്റ്റ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി കൊലപാതകങ്ങളുടെ എണ്ണം വളരെ കൂടുകയാണ്. അത് നമ്മൾ കേൾക്കുന്നത് ബന്ധുക്കൾ, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അമ്മാവൻ, സഹോദരങ്ങൾ, ഇവരെ കുത്തി പരിക്കേൽപ്പിക്കുന്നതും കുത്തി കൊലപ്പെടുത്തുന്നതുമായ വാർത്തകളാണ്. അപ്പോൾ നമ്മൾ കരുതിയത് ഈ പക കൂടുകയും ഈ വാർത്തകൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വാർത്താ ചാനലുകളുടെ മത്സരത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും കൊലപാതകങ്ങൾ കേരളത്തിൽ കൂടുന്നത് എന്ന സംശയമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. കേരളത്തിലെ പകുതി ജില്ലകൾ പിന്നിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ സംശയം ഏതാണ്ട് മാറി. കേരളം ഏറ്റവും വലിയ ആപൽഘട്ടത്തിലാണ്. കോവിഡിന് ശേഷം, ഒരുപക്ഷെ വെള്ളപ്പൊക്കം കണ്ടതിന് ശേഷം മലയാളികൾ ഏറ്റവും ഒത്തൊരുമയോടെ നീങ്ങേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്ര അപകടകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ MDMA ഒക്കെ കേരളത്തിൻ്റെ പുറത്ത് നിന്ന് കൂടുതലും മലയാളികളാണ് ഇവിടേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ഈ അന്തർദേശീയ തലത്തിൽ താൻസാനിയ പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ ഗ്വാട്ടിമാല പോലെയോ ഇങ്ങനെയുള്ള
രാജ്യങ്ങളിലിരുന്ന് വൻ മാഫിയ സംഘങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവരുടെ സാറ്റലൈറ്റ് ഭൂപടത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളവും പെട്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഒരു 300 രൂപ നിക്ഷേപിക്കുന്ന ഒരാളിന് 30,000 രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന കച്ചവടമാണ് ഈ ലഹരി കച്ചവടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണമുണ്ടാക്കുക, ആർത്തി മൂത്ത് വട്ടായ കുറേ ആൾക്കാർ കേരളത്തെ വിറ്റ് ജീവിക്കുന്നു എന്ന് വേണം കരുതാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കൈയും വീശി സ്കൂളിലേക്ക് അങ്ങ് പറഞ്ഞേക്കുകയായിരുന്നു, സ്കൂൾ ബാഗ് എടുത്തു കൊടുത്തിട്ട്. ഇനി മുതൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴും കുട്ടികൾ പോകുമ്പോഴും സ്കൂൾ ബാഗുകൾ പരിശോധിക്കുക. അതുപോലെ നിങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ പോലും വഴിതെറ്റി പോലും പള്ളിക്കൂടത്തിൽ പോകത്തില്ല, കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകില്ല. ഇനി അങ്ങനെ പോരാ, നമ്മുടെ കുട്ടികളിൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് നമ്മൾ വീട്ടിലിരിക്കാൻ പാടില്ല. സ്കൂളിൽ പോയി സ്കൂൾ ടീച്ചറെ കാണണം, കുട്ടികൾ ഏത് വഴിക്കാണ് എന്ന് നിങ്ങൾക്ക് അറിയണം. കാരണം ഒരു 12 വയസ്സ് പോലും പ്രായമുള്ള കുട്ടികളെ MDMAക്ക് ഇരയാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കേരളം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ മാരകമായ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഡിക്റ്റായിട്ടുള്ള ഒരാൾ, MDMA കഴിച്ച് ഒരു ശീലമാക്കിയ ഒരാൾ, അയാളെ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അയാളുടെ ഉടലിൻ്റെ ഷേപ്പൊക്കെ മാറും, കൈകാലുകളൊക്കെ കോച്ചി വലിഞ്ഞു പോലിരിക്കും, കണ്ണുകളൊക്കെ ഇങ്ങനെ തുറിച്ചു വരും. മാത്രമല്ല അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അയാൾ ആ കണ്ണുകളിൽ ഉറച്ചു നിൽക്കില്ല, കണ്ണുകൾ നല്ല മുഖമെടുക്കും. മാത്രമല്ല അയാൾ മറ്റാരോ ആണെന്ന് ഒരു ഹാലുസിനേഷനിലാണ് അയാൾ ജീവിക്കുന്നത്. ഇങ്ങനെ മാരകമായിട്ടുള്ള ഇഫക്റ്റ്. അതുപോലെ ഈ തലച്ചോറിൻ്റെ കമ്പ്യൂട്ടറാണെന്ന് നിങ്ങൾക്കറിയാം. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരുപാട് സിഗ്നലുകൾ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിഗ്നലുകളെല്ലാം താറുമാറാകുന്ന ഒരു വ്യവസ്ഥ, വേറൊരു സമാന്തര വ്യവസ്ഥ നമ്മുടെ തലച്ചോറിൽ തന്നെ രൂപം കൊള്ളുകയും കഞ്ചാവ് വലിക്കുന്നതിനേക്കാളും അതിഭീകരമാണ് ഈ MDMA എന്ന് പറയുന്നത്. നമ്മുടെ സിഗ്നൽ സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ് തകർന്നു പോകും. വയറ്റിലെ ട്രാഫിക് ബ്ലോക്ക് പോലെ ആയിരിക്കും പിന്നീട് നമ്മുടെ ഈ ഇങ്ങനെയുള്ള MDMA വഹിക്കുന്ന ആൾക്കാരുടെ ഒരു പണ്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വയറ്റിൽ വണ്ടി കയറി പോകാൻ പാടല്ലായിരുന്നു. അപ്പം ഞാൻ ഈ മരടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ മരട് മുനിസിപ്പാലിറ്റിയോട് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലത്തും CCTV നിർബന്ധമാക്കേണ്ട സമയമായി. കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഓരോ മുനിസിപ്പാലിറ്റിയുടെ കീഴിലും വർക്ക് ചെയ്യുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ, അവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും അവർക്കൊക്കെ ഒരു രജിസ്ട്രേഷൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഇപ്പോഴും കൃത്യമായൊരു കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കേരളത്തിൽ എത്ര തൊഴിലാളികളുണ്ട്? ഈസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ കള്ള പാസ്പോർട്ടുമായി വെസ്റ്റ് ബംഗാളിൽ വരികയും അതുവഴി ഇന്ത്യയിലേക്ക് കടന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പല ആളുകളും MDMAക്ക് അഡിക്റ്റാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവർ തന്നെ മരുന്ന് കച്ചവടക്കാരുമാകും. നിങ്ങൾ അറിഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ദിവസം ഒരേ സിറിഞ്ചിൽ നിന്ന് ഇതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത് ലഹരി കയറ്റാൻ ശ്രമിച്ച ആളുകളിൽ നിന്ന് 10 പേർക്ക് ഒരേ സമയം HIV പോസിറ്റീവായ കഥ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ വരികയാണ്. പല അമ്മമാർക്കും ആൺകുട്ടികളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് രാത്രി വീട്ടിൽ വരുമ്പോൾ കതവ് തുറക്കാൻ പേടിയാണ്. കാരണം കൊലക്കത്തി കയ്യിൽ കാണും എന്നുള്ളതല്ല അമ്മയുടെ പേടി, മറ്റൊരു രീതിയിൽ അമ്മയെ ഡീല് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. അധ്യാപകർക്ക് സാരി ഉടുത്ത് അധ്യാപികമാർക്ക് ക്ലാസ്സിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ വയ്യ, കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നു. നമ്മളൊക്കെ ഒരു അധ്യാപിക അങ്ങനെയാണോ കണ്ടിട്ടുള്ളത്? അപ്പോൾ നമ്മളിൽ നിന്ന് കുട്ടികൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അവർക്ക് അവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്, ലോകത്തിൻ്റെ ഏത് സ്ഥലത്തേക്കും അവർക്ക് സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ സമ്പാദ്യമാണ്. നമ്മൾ ജീവിതത്തിൽ ഇവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പം ഈ സമ്പാദ്യം സംരക്ഷിക്കാനുള്ള എല്ലാ ജാഗ്രതയും നിങ്ങൾക്ക് വേണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പം നമ്മളൊരിക്കലും വിശ്വസിച്ചുകളയരുത്, എൻ്റെ കുട്ടി നല്ല മിടുക്കുള്ള കുട്ടിയാണ്, ഞാൻ നന്നായി വളർത്തുന്നുണ്ട്, അതുകൊണ്ട് ഇവനൊരു ദോഷവും സംഭവിക്കില്ല, അങ്ങനെയെങ്കിലും ചിന്തിക്കേണ്ട. എൻ്റെ കുട്ടി നിൻ്റെ കുട്ടിയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഏത് കുട്ടിക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. മാത്രമല്ല ഈ MDMA ബാധിച്ച ഈ അഡിക്റ്റായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടിയാലുള്ള അപകടം നമ്മുടെ സ്വതന്ത്രമായി ജീവിതത്തെ തന്നെ ഇത് ബാധിക്കും. നമ്മൾ വഴിയോരങ്ങളിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ എന്താ എന്ന് നമ്മളൊന്ന് ചോദിച്ചാൽ അവൻ വേറെ രീതിയിൽ നമ്മുടെ പള്ളയ്ക്ക് കത്തിയേറ്റി കളയും. കാരണം MDMA-കാരന് നേരെ എതിര് നിൽക്കുന്ന എല്ലാവരും ശത്രുക്കളാണ്. പല രീതിയിലാണ് ഇവരുടെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഈ വെഞ്ഞാറമൂടിലൊക്കെ 5 പേരെ കുത്തിക്കൊലപ്പെടുത്തി അഫാനൊക്കെ ഇങ്ങനെയുള്ള ഈ സാധനം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ സിന്തറ്റിക് ലഹരി മരുന്നിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഗന്ധവും കാണത്തില്ല.
വെള്ളമടിച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ രൂക്ഷമായ ഗന്ധം കൊണ്ട്. എന്നാൽ ഈ സിന്തറ്റിക് ലഹരികൾക്ക് അങ്ങനെ ഗന്ധമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് അപകടകരമായ കാര്യമാണ്. നമുക്കെന്തായാലും കേരളത്തെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഏപ്രിൽ 20-ാം തീയതി കാസർഗോഡ് ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ഞങ്ങൾ ഇതുവരെ ഒരു റിപ്പോർട്ടിലും കാണാത്ത രീതിയിൽ ഇതിൻ്റെ ചില ഉറവിടങ്ങൾ, ചില കേന്ദ്രങ്ങൾ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊതുപ്രവർത്തകർ, മാന്യന്മാർ, ഇവരുടെയൊക്കെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ രഹസ്യമായി മുഖ്യമന്ത്രി കൊടുക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് കൊടുക്കുക. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചില കേരളത്തിലെ ഈ MDMA വിൽക്കുന്ന ആളുകൾ, ചില കേന്ദ്രങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു വാർത്താ സംഘം ഞങ്ങളുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ വാർത്താ സംഘത്തിൻ്റെ റിപ്പോർട്ടുകൾ ഒരിക്കൽ കൂടി പരിശോധനയും വിധേയമാക്കിയതിനു ശേഷം ഇത് ഞങ്ങൾ കോൺഫിഡൻഷ്യലായി ഗവൺമെൻറ്റിന് കൈമാറും. ഞങ്ങളുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ആരൊക്കെ നമ്മളോട് നെറ്റി ചുളിഞ്ഞാലും ആരൊക്കെ എതിർത്താലും നമ്മുടെ നാട്ടിലെ അവസാനത്തെ MDMA-കാരനും ഈ നാട് വിട്ടു പോകണം. കാരണം ഇവൻ്റെ സാന്നിധ്യം പിന്നെയും നമ്മളിലേക്ക് ഇത് ഒഴുക്കിവിടും. അത് കാരണം അമ്മമാർ ചൂലെടുക്കണം, അധ്യാപകർ ചൂറിൽ കയ്യിലെടുക്കണം, രക്ഷകർത്താക്കൾ മുൻകരുതലെടുക്കണം. ഇതിനെല്ലാം എടുത്താൽ മാത്രമേ, കാരണം ഇത് കുറച്ച് താമസിച്ചു പോയി നമ്മൾ തുടങ്ങാൻ. താമസിച്ചു പോയിന്ന് മാത്രമല്ല, സിറ്റുവേഷൻ കുറച്ച് മോശമായി മാറിയതിന് ശേഷമാണ് ഇപ്പോൾ വളരെ വ്യാപകമായ റെയ്ഡ് നടക്കുന്നത്. കൊച്ചിയിലൊക്കെ വ്യാപക റെയ്ഡ് നടക്കുകയാണ്. നമ്മൾ ഈ യാത്ര ആരംഭിച്ചതിന് ശേഷം ഈ മാധ്യമങ്ങൾ നൽകുന്ന സമ്മർദ്ദം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ എക്സൈസിനൊക്കെ പിടിപ്പത് ജോലിയാണെന്ന് മാർഗമധ്യേ കണ്ട എക്സൈസ് ഇൻസ്പെക്ടർമാരൊക്കെ പറയുന്നു. പോലീസിനും ഈ വിളികൾ കാരണം ഇരിക്കാൻ വയ്യ. അമ്മമാർ വിളിച്ചു പറയുന്നു മകനെ കൊണ്ട് ശല്യമാണ്. നിങ്ങൾ കണ്ടതാണല്ലോ, സ്വന്തം മകനെ പേടിച്ച ഒരമ്മ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു ഒരു MDMA-കാരൻ മകനെ. നമ്മുടെ നാട്ടിൽ MDMA ഉണ്ടാക്കുന്ന അതിരൂക്ഷമായ ക്രമസമാധാന പ്രശ്നം അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. ആ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ എന്നേക്കുമായിട്ട് നമ്മുടെ കുട്ടികളെ അതേസമയം ഒരു പ്രതികാര ചിന്തയോടെ നിങ്ങൾ കാണാനും പാടില്ല. കാരണം കുട്ടികളെ നമ്മൾ അങ്ങനെ പ്രതികാര ചിന്തയോടെ കണ്ടാൽ അവർ വല്ല അന്ധകരണവും കാണിച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും കുട്ടികളുടെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഈ ലേക്ക് ഷോറിലൊക്കെ കണ്ട സൈക്കാട്രിസ്റ്റൊക്കെ അദ്ദേഹം വളരെ മിടുക്കനാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയും അവനെ എത്രയും പെട്ടെന്ന്, കാരണം ഇതിൻ്റെ അഡിക്ഷൻ മാറ്റിയെടുക്കുന്നവരല്പം പ്രയാസമാണെന്ന് കൂടി നിങ്ങൾ കരുതുക. ഈ അഡിക്ഷൻ മാറ്റിയെടുത്തവനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിരിക്കണം രക്ഷകർത്താക്കൾ ശ്രമിക്കേണ്ടത്. ചില ആൾക്കാർ ഇത് മൂടി വയ്ക്കും. എൻ്റെ കുട്ടിക്ക് ഇതുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ അയലത്തുകാരെന്ത് പറയും? നിങ്ങളുടെ കുട്ടി, അയലത്തുകാർക്കല്ല പ്രശ്നം, നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ കുട്ടിയെ രോഗമുക്തമാക്കാനും ഈ അഡിക്ഷനിൽ മുക്തമാക്കാനും നിങ്ങൾക്കായിരിക്കണം താല്പര്യം. അത് അയൽവാസിയുടെ സഹായത്തോടെ ഡോക്ടറെ കണ്ടാലും കുഴപ്പമില്ല, ചികിത്സിക്കാൻ നിങ്ങൾ താമസിക്കരുത്. ആരായാലും ശരി, എന്തായാലും ഈ MDMA-യുടെ വ്യാപനം നമുക്ക് തടഞ്ഞേ പറ്റൂ. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ മാധ്യമ ജീവിതത്തിലെ ഒരു 40 കൊല്ലം തികഞ്ഞ വേളയിൽ ഇതൊരു വലിയൊരു സാമൂഹിക ദൗത്യമായി ഞങ്ങളുടെ വാർത്താ സംഘം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഈ പൊള്ളുന്ന ചൂടിൽ ഇത്തരമൊരു ദൗത്യവുമായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്നത്. സാധാരണ ഇതിൽ ഇത്തരം ദൗത്യങ്ങളോ കേരള പര്യടനമോ ഒന്നും നടത്തി പരിചയമില്ലാത്തവരാണ് ഞങ്ങൾ. എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമാണ് ഇങ്ങനൊരു പര്യടനം നടത്തുന്നത്. ഇപ്പോൾ ഈ പര്യടനം നടത്തുന്ന ഇവരെ പോലുള്ള എല്ലാ നേതാക്കന്മാരെയും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുക. ഈ വെയിലും മഞ്ഞൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുമല്ലേ. നമ്മളൊന്ന് നടന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായി. എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് പോലും കറുത്തിരിക്കുന്നുണ്ടല്ലേ, അത്യാവശ്യം വെളുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം പോയി. ഇനിയിപ്പോൾ കാസർഗോഡ് ചെല്ലുമ്പോഴത്തേന് എന്താവുമെന്നുള്ള സ്ഥിതി എനിക്കറിയില്ല. വിജയനൊക്കെ നല്ല സുന്ദരക്കുട്ടനായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ, ഇരിപ്പ് കണ്ടില്ലേ. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ആ രീതിയിലുള്ള അല്ല കറുപ്പഴക 7 അഴക, ഇദ്ദേഹത്തിനൊക്കെ 7 അഴക, അല്ലേ അതിൽ 8ാമത്തെ അഴക എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതെ. അപ്പോൾ നമ്മളെ വെളുപ്പിക്കാതിരുന്നാൽ മതി. മാത്രമല്ല നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മളെ എസ്കോർട്ടായിട്ടൊരു ആംബുലൻസും കൂടെ കൊണ്ടു കിടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ട്, ലേക്ക് ഷോറിൻ്റെ ആംബുലൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ വേണേൽ കയറി കിടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ പോലീസ് സുരക്ഷയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മാത്രമല്ല നമ്മളെയൊക്കെ വെടിവെക്കാൻ ആരാ തീരുമാനിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് വലിയ ധൈര്യമായിട്ട് നമ്മൾ നടക്കുന്നത്. വെടിവെക്കൊന്നിനും ഇല്ലേ ഒരു അഭിമാനം, ഇങ്ങനെ ഒരുത്തന്നെ വെടിവെച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ നമ്മളതൊന്നും കെയർ ചെയ്യുന്നില്ല. നമുക്കൊറ്റ ദൗത്യമേ ഉള്ളൂ, നമ്മളിത് അവസാനിപ്പിക്കും. അപ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിൽ നമ്മൾ അണിചേർന്ന് ഒരു അലകടല പോലെ നമ്മൾ ആഞ്ഞടിക്കണം. നമുക്ക് കോവിഡ് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രളയം എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെല്ലാം മറക്കും, സമുദായം മറക്കും, രാഷ്ട്രീയം മറക്കും, നമ്മൾ ഒന്നിച്ച് പോരാടും. നമ്മൾ ഓരോ ആളും പോരാട്ട വീര്യം പുറത്തെടുത്ത്
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ MDMA-കാരനും ഈ നാട് വിട്ടുപോകാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് അണിചേരണം. നമ്മൾ കുറച്ചധികം ലേറ്റായിപ്പോയി, കുറച്ചധികം ലേറ്റായിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് താമസിക്കാൻ സമയമില്ല. കാരണം ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഒരു 10-12 MDMA-കാരൻ ഒരു മണിക്കൂറിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂറാകുമ്പോൾ 100-300 ആളുകൾ പുതുതായിട്ടുണ്ടാകുക. ഈ 300 ആളുകൾ മതി മരട് മുനിസിപ്പാലിറ്റിയുടെ സമാധാനം തകർക്കാൻ. കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ചെയർമാനൊക്കെ സമാധാനത്തോടുകൂടി ഇരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർക്കശമായി ഈ സാമൂഹിക വിപത്തിനെ നേരിടാൻ നമ്മൾ അണിചേരുക, നമ്മളൊന്നിച്ചേരുക. ഈ 24-ൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി SKN40 എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തന്നെ എക്സ്ക്ലൂസീവായിട്ട് ഇതിനു വേണ്ടി വിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുന്ന പുതിയ വീഡിയോകളൊക്കെ അതിലിട്ട് തരാൻ ഞങ്ങൾക്ക് ആലോചനയുണ്ട്. കാരണം ഈ മഹാവിപത്തിനെ നമുക്ക് ഒരേ രീതി, ഇത് അസാധാരണമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നിലപാടുകൾ കൊണ്ട് നമുക്കിതിനെ നേരിടാനാവില്ല. അപ്പം നമ്മൾ അസാധാരണമായ രീതിയിൽ നിങ്ങളെ എങ്ങനെയെല്ലാം ബോധവൽക്കരിക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും ബോധത്തിൻ്റെ ആവശ്യമില്ല, കുറച്ചാർക്കെങ്കിലും ബോധവൽക്കരിച്ച് നമ്മുടെ ചെറുപ്പക്കാരെയും പ്രായമില്ലാത്ത കുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പ്രാവശ്യം ഈ 2 മാസങ്ങൾ റിപ്പോർട്ട് ചെയ്ത 600 കേസുകളിൽ ഏതാണ്ട് 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അഡിക്റ്റ് ആയത്. 18 വയസ്സിന് താഴെ പ്രായമുള്ളൂ. അതിൽ 10% പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ കൂടി ഈ MDMA അഡിക്റ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അപകടം പിടിച്ചൊരു മുനമ്പിൽ പെട്ടുകഴിഞ്ഞു. ആ മുനമ്പിൽ നിന്ന് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.